ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. ഈശോയുടെ കൂടെയുള്ള യാത്ര, അതാണ് നമ്മൾ അനുദിനം നടത്തുക. ഈശോ കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നീ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിൽ അകപ്പെട്ടാൽ ഒന്നും പേടിക്കാനില്ല. നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തെ നോക്കിക്കൊള്ളും. ഒന്നേ ഉള്ളൂ, ഈശോയ്ക്ക് ജീവിതത്തിൽ വില കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ സംഭവം കാണുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരും കടലിലൂടെ പോകുമ്പോൾ കാറ്റ് പ്രതികൂലമായിട്ട് വരുന്നു, വള്ളം മുങ്ങും എന്നൊരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ഈശോ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വെള്ളത്തിന് മുകളിലൂടെ വരികയാണ്. എന്നിട്ട് ഈശോ ആ വള്ളത്തിലേക്ക് കയറിയാണ്. സുവിശേഷം ഇങ്ങനെ പറയുക. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനം. അവൻ വഞ്ചിയിൽ കയറി, അപ്പോൾ കാറ്റ് ശമിച്ചു. അവർ ആശ്ചര്യഭരിതരായി. കാറ്റിലും കോളിലും പെട്ട് ഉലഞ്ഞിരുന്ന വള്ളം, ആ വള്ളത്തിലേക്ക് ഈശോ കയറി, അപ്പോൾ കാറ്റും കോളും ശമിച്ചു. ആടിയുലഞ്ഞ് തകരുന്ന വക്കിലെത്തിയിരിക്കുന്നിടത്തേക്ക് ഈശോയുടെ ഒരു സാന്നിധ്യം കടന്നു വന്നപ്പോൾ ആ അലച്ചിലുകൾ, ആ കാറ്റ്, ആ കോള്, ആ പ്രതിസന്ധി അത് ഇല്ലാതായി. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ഏതെങ്കിലും കാറ്റിനെ കോളിനെ കണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ മേഖലകളിലേക്ക് നിന്റെ കർത്താവ് ഒന്ന് കടന്നു വന്നാൽ എല്ലാം ശാന്തമാകും. തീർച്ചയായിട്ടും ഈശോ വരും. നീ ഒന്ന് ചേർന്ന് നിന്ന് വിളിച്ചാൽ മതി. നിന്റെ ജീവിതത്തെ ഈശോയ്ക്ക് പറ്റിയ രീതിയിൽ നിന്ന് ക്രമപ്പെടുത്തിയാൽ മതി. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിന്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന ദിവസം വേണ്ട എല്ലാ കൃപകളും നൽകണമേ. ജീവിതത്തിൽ ഏത് കാറ്റടിച്ചാലും, ഏത് കോളുകൾ വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും നിന്റെ ഒരു സാന്നിധ്യം മാത്രം മതി അതിനെല്ലാം ശാന്തമാക്കാനുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നൽകണമേ. എല്ലാ പ്രാർത്ഥനകൾക്കും സ്വർഗ കവാടങ്ങൾ തുറന്നുകൊണ്ട് അങ്ങ് ഉത്തരം നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ